വെള്ളത്തിന്റെ അവസ്ഥ ഒന്ന് നോക്കിയേ. ഒരു സിലിണ്ടറിൽ നമുക്ക് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒറ്റ സിലിണ്ടർ 1354-ന്റെ ഒറ്റ സിലിണ്ടറിൽ ചെയ്തിട്ടുള്ള ക്ലാരിറ്റി നോക്കിയ വെള്ളത്തിന്റെ കണ്ടാ. ഇത്രയും പ്യുവർ ക്ലിയർ ആക്കി നമുക്ക് കൊടുക്കൂട്ടാ. അപ്പൊ രണ്ടെണ്ണം വെച്ചുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയാ. അപ്പൊ നമ്മ ഫിൽറ്റർ ചെയ്യാൻ പോണ വെള്ളത്തിന്റെ അവസ്ഥ കാണുന്നത് വളരെ അയൺ കണ്ടന്റും അതേപോലെ തന്നെ ടർബിഡിറ്റിയും പിന്നെ അതേപോലെ തന്നെ എണ്ണമയൊക്കെ ഉള്ള വളരെയധികം എണ്ണമയൊക്കെ ഉള്ള വെള്ളമുണ്ട് നമ്മൾ ഫിൽറ്റർ ചെയ്യാൻ പോണത്. വെള്ളത്തിന്റെ അവസ്ഥ ടാങ്കില് വെള്ളം ഉണ്ടോ? നേരിട്ട് കാണുമ്പോ ഇതേപോലെ ഉള്ളു കേട്ടാ. വെള്ളത്തിന്റെ അവസ്ഥ മാറ്റിട്ട് നല്ല ക്ലിയർ വെള്ളം ഈ ഗ്ലാസ് പോലെ തിളങ്ങുന്ന രീതിയിലുള്ള വെള്ളമാക്കി മാറ്റണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് 2 ഫിൽറ്റർ വെച്ച് ചെയ്യേണ്ടതാണ്. ശരിക്കും 1354 2 സിലിണ്ടർ വെച്ച് ചെയ്യേണ്ട അത്രയും ഇതില് ഈ അയൺ കണ്ടന്റും ടർബിഡിറ്റിയും കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ തൽക്കാലം ഇപ്പൊ ഇവിടെ ഒരു സിലിണ്ടർ വലുത് ഒരെണ്ണം വെച്ച് കാര്യം നമ്മൾ ചെയ്യണത്. ബാക്കി ഭാവിയിൽ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്യാന്നാണ് അവർ പറയുന്നത്. സാമ്പത്തികത്തിന്റെ പ്രശ്നവും അതുപോലെ തന്നെ നമുക്ക് ഇവര് പറഞ്ഞ ഇപ്പൊ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാല് മഴക്കാലായി കഴിഞ്ഞാല് ഇതിന് മാറ്റം സംഭവിക്കുന്നല്ലേ അല്ലെ. ഇതാദ്യമായിട്ടാണ് ഉണ്ടായിരിക്കണേ അല്ലെ. മഴക്കാലം ആകുമ്പോ നല്ല വെള്ളാവും അല്ലെ. അപ്പൊ എന്തായാലേ നമുക്ക് ബാക്കി സെറ്റ് ചെയ്തിട്ട് കാണാം കേട്ടാ. ഓക്കെ. അപ്പൊ നമ്മ ഇന്ന് വാട്ടർ ഫിൽറ്റർ ചെയ്യാൻ എത്തിയിട്ടുള്ളത് നമ്മളെ വീടിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ ഇവിടെ 2 നില വീടിന് അസല് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഗ്രാവിറ്റിയിൽ ഇറങ്ങണ ലൈനിലാണ് കണക്ഷൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ മുകളിലത്തെ നിലയിൽ ബാത്റൂമും മറ്റു കണക്ഷനുകളൊക്കെ വരുന്നത് കാരണം ഇത് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ 2 കുറ്റിയുടെ സാധ്യത ഏറെ കൂടുതലാണ്. ഒരു കുറ്റി വെച്ചാലും വെള്ളം ക്ലിയർ ആവും. പക്ഷെ നമ്മ അമിതമായിട്ടുള്ള ഭാരം അതിനെ ഏൽപ്പിക്കുന്നതിന് തുല്യമാണ് നമ്മ ഒരു കുറ്റി വെക്കണത്. അപ്പൊ ഈ സാഹചര്യം വരികയാണെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വേറൊരു കുറ്റിയും കൂടി ആഡ് ചെയ്യാന്നാണ് പറയണത്. ശരിക്കും നമ്മ 2 കുറ്റി വെക്കുമ്പോ ചെയ്യണത് 2 തരത്തിലാണ്. ഒരു കുറ്റി വെക്കുമ്പോഴും 2 കുറ്റി വെക്കുമ്പോഴും ചെയ്യുന്ന മെത്തേഡ് വ്യത്യസ്തമാണ്. 2 കുറ്റി വെക്കുമ്പോ ഒരെണ്ണം സാൻഡ് സിലിണ്ടർ ആയിട്ടും ഒരെണ്ണം നമ്മ അയൺ സിലിണ്ടർ ആയിട്ടും ആണ് നമ്മ ആ ഒരു മെത്തേഡിലാണ് നമ്മ വെക്കാറ്. അപ്പോ ഒരു സിലിണ്ടർ വെക്കുമ്പോൾ നമ്മ ഇതിൽ തന്നെയാണ് സാൻഡും അതേപോലെ തന്നെ അയൺ റിമൂവറും ആക്ടിവേറ്റഡ് കാർബണും എല്ലാം നടക്കുന്നത് ഒറ്റ കുറ്റിയിലാണ്. അപ്പൊ ആ ഒരു മെത്തേഡാണ്. അപ്പൊ ബാക്കി ഇനി സെറ്റിങ് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മ വെസല് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാ 1354-ന്റെ ടാറ്റയുടെ വെസലിന് നമ്മൾ സെറ്റ് ചെയ്തേക്കണ്. കണക്ഷനുകളെല്ലാം കൊടുത്തു കഴിഞ്ഞ് ബാക്ക് വാഷ് ചെയ്തിട്ടില്ല. നമ്മ ഇവിടെ ബൈപ്പാസ് ഇടാനാണ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബൈപ്പാസിന് പകരം ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം വേറെ ലൈനിൽ കൂടി അടിയിൽ കൂടി കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ഈ പോഴക്കണ പൈപ്പ് വാട്ടർ അതോറിറ്റിയുടെ ആണ്. അത് അതിന്റെ അടിയിലേക്ക് ടീ ഇട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാരണം നമുക്കിവിടെ ബൈപ്പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്കിത് മാത്രം ക്ലോസ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഇവര് വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിനെന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ആവണ സമയത്ത് ഇതൊന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഇവർക്ക് ഉപയോഗിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബൈപ്പാസ് ഇടാഞ്ഞ കേട്ടാ. ഇനി നമുക്ക് ബാക്ക് വാഷ് ചെയ്യാം കേട്ടാ. എടുത്തോട്ടെ. ബാക്ക് വാഷ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാക്ക് വാഷ് കഴിഞ്ഞ് നമ്മ നേരെ റിൻസ് ചെയ്ത് അതേപോലെ തന്നെ ഫിൽറ്ററിലേക്ക് ഇട്ട് ഇപ്പൊ ലൈനിലേക്ക് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോ മുമ്പത്തെ വെള്ളം വളരെ മോശമായിരുന്നു കേട്ടോ. അപ്പൊ ടാങ്കിലൊക്കെ വളരെ കട്ടി പിടിച്ച് കിടക്കായിരുന്നു. അപ്പൊ ആ വെള്ളമൊക്കെ നമ്മ മുമ്പത്തെ പൈപ്പിലുണ്ടാവും. അതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് പോണ ഒരു സമയം നമുക്ക് കൊടുക്കണം. അപ്പൊ ഇപ്പൊ എല്ലാ ടാപ്പുകളും തുറന്നിടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ തുറന്നിടുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൈപ്പുകളിൽ കരടുകൾ കയറി പൈപ്പുകൾ അടയാൻ സാധ്യതയുണ്ട്. അപ്പോ ഇതുപോലെ ഫിൽറ്റർ വെച്ചതിന് ശേഷം പൈപ്പുകളിൽ വെള്ളം കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാ ടാപ്പുകളൊന്നും അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ കരടുകളൊക്കെ കളഞ്ഞതിന് ശേഷം ഒരല്പം വെള്ളം കളഞ്ഞതിന് ശേഷം ആ ടാപ്പ് വീണ്ടും നമ്മൾ അവിടെ സെറ്റ് ചെയ്യാം. അപ്പൊ അതിൻ്റെ ഉള്ളിലെ കരടുകളും പിന്നെ അതേപോലെ തന്നെ ചിലതിന് ഫിൽറ്ററുകൾ വെച്ചിട്ടുണ്ടാവും വെള്ളം സ്ലോ ആയി വീഴാൻ വേണ്ടി. അതേപോലെ സിങ്കിന്റെ അവിടുത്തെ വാഷ് ബേസിന്റെ അവിടത്തൊക്കെ
ഒരേ അരിപ്പുകൾ വെച്ചിട്ടുണ്ടാവും. അതിന്റെ ഉള്ളിലൊക്കെ കരടുകൾ ഉണ്ടാവും. മുമ്പത്തെ ഇതേപോലത്തെ വെള്ളമാണെങ്കിൽ കരടുകളൊക്കെ ഇരിക്കുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പൈപ്പ് സെറ്റ് ചെയ്തിടണമെങ്കിൽ നല്ല ഫ്ലോയിൽ വെള്ളം വരും. 2 സിലിണ്ടറിന്റെ ആവശ്യമുണ്ട് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കപ്പോ എന്താണ് ഒരു സിലിണ്ടർ കൊണ്ട് ഇപ്പൊ ക്ലിയർ ആയില്ല, അപ്പൊ ഒരെണ്ണം വെച്ചാൽ പോരെന്ന് നിങ്ങൾ ചോദിക്കും. അപ്പൊ ഈ ഒരെണ്ണത്തിൽ വെച്ചാൽ ക്ലിയർ ആവായികൊന്നുമില്ല, ക്ലിയർ ആവും. പക്ഷെ ഇതിന് ഹാർഡ് വർക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇത്രയും അയണും സാധനങ്ങൾ ഇതിൽ റിമൂവ് ചെയ്യണമെങ്കിൽ ഇതിൽ ഒരെണ്ണത്തിൽ ഇടുന്നതിന്റെ പരിധി ഉണ്ടല്ലോ, അത്രയും നമുക്ക് അയൺ റിമൂവർ ഇടാൻ പറ്റുള്ളൂ. അപ്പോ അതില് എത്ര വാലിഡിറ്റി കുറയും. ഇപ്പൊ ഒരു 6-7 വർഷമൊക്കെ നിൽക്കണത് ചിലപ്പോ 3 വർഷമായിട്ടും 2 വർഷമൊക്കെ ആയിട്ട് എന്താവും, കുറയും. അപ്പൊ വീണ്ടും ഇത് റീഫിൽ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ ഇപ്പൊ തൽക്കാലം ഒരെണ്ണം വെച്ചാൽ മതി എന്നുള്ള ക്ലയന്റിന്റെ ആവശ്യപ്രകാരമാണ് നമ്മളിപ്പോ ഒരെണ്ണം വെച്ചിട്ടുള്ളത്. സാധ്യതകൾ നമ്മൾ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കലാണ് ചെയ്യണത്. ഇവർക്ക് തോന്നുന്ന ഒരെണ്ണം കൂടി സെറ്റ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടി ഇപ്പുറത്ത് ഒരെണ്ണം കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് കാര്യങ്ങൾ ഓക്കെ ആവും കേട്ടോ. അപ്പൊ നമ്മൾക്ക് ഇനി അടിയിൽ പോയിട്ട് ഇതിന്റെ വെള്ളം ഫിൽട്രേഷൻ നടത്തിയത് എത്രത്തോളം ക്ലിയർ ആയി എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അതിക്ക് മുമ്പ് നമുക്ക് ഈ വാട്ടർ ലൈനിന്റെ ഇത് സർക്കാർ വെള്ളമാണ്, ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഇത് ഓഫ് ചെയ്തിട്ട് ഇനിയിപ്പോ നമ്മ ഫിൽട്ടർ ചെയ്ത വെള്ളമാണ് ഇപ്പൊ അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് എത്രത്തോളം ക്ലിയർ ആയി എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇപ്പൊ കിച്ചണില് ഈ വരുന്ന വെള്ളം കണ്ടില്ല, ഇത് രണ്ടും മോളിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാണ് കേട്ടോ. ഇതിപ്പോ ഒരു ടാങ്കിൽ തന്നെ വരുന്ന വെള്ളമാണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കണ്ട, ഇതേപോലെ ഇതിനുള്ളില് അരിപ്പുണ്ടാവും. ഫിൽറ്റർ ഇത് സ്ലോ ആയിട്ട് വരാനുള്ള ഇതുണ്ടാവും. അതുകൊണ്ടാണ് ഇത്രയും ഈ വെള്ളം കുറവ് കാണിക്കണം കേട്ടാ. അപ്പൊ അത് ഇതൊന്ന് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാല് വെള്ളത്തിന്റെ വേഗത നോക്കിയാ ഇതിന്റെ ഉള്ളിലെ കരടും കാര്യങ്ങളും കണ്ട. അപ്പൊ ഇത് ക്ലീൻ ആക്കി കഴിയണം. അപ്പൊ നമ്മ ഈ ഫിൽട്രേഷൻ കഴിയുമ്പോഴേ ഇതിന്റെ ഉള്ളിലെ കറകളും കാര്യങ്ങളൊക്കെ കൂടുതൽ വരും. അപ്പൊ ഇതെന്ത് ചെയ്യാ, ഇതൊന്ന് ക്ലിയർ ആക്കിയിട്ട് ഇടാം. നമുക്കല്ല അപ്പൊ നേരം കിട്ടിയെന്ന് വരൂല. ഈ വീട്ടുകാരോ പ്ലംബർമാരോ ഒക്കെ എല്ലാ പൈപ്പുകളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് ഇടണം കേട്ടോ. എന്നാലേ വെള്ളത്തിന് വേഗത ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മ അവിടെ പൂട്ടി ഇവിടെ കുറെ വെള്ളം കളഞ്ഞിട്ടുണ്ട്. ഇനി വരുന്നത് നമ്മളെ ഫിൽറ്റർ ചെയ്ത വെള്ളം ഉണ്ടാവും. അപ്പൊ അതിന് എത്രത്തോളം ഇതായിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഇപ്പൊ ഇവിടുത്തെ വെള്ളത്തിന്റെ ഇപ്പൊ ഫിൽറ്റർ ചെയ്ത് കിട്ടിയേക്കണതിന്റെ രൂപോട്ടാ. ഇപ്പൊ നമ്മ വെളിച്ചത്ത് പോയി കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയിൽ കിട്ടും. കൊണ്ടാ 2 വെള്ളത്തിന്റെയും അവസ്ഥ നോക്കിയാ നമുക്ക് പുറത്തെ പൈപ്പിൽ നിന്ന് എടുത്തുങ്ങായിട്ടും വ്യക്തമായിട്ട് നോക്കാട്ടാ. അതെ ഇപ്പൊ ഇതിന്റെ അടിയിലൊക്കെ ഊറി കിടക്കണണ്ട. അതേപോലെ ഒരുപാട് കട്ട ഇതുണ്ടാ അയണിന്റെ ഇതിന് അവിടെ അടിഞ്ഞിടക്കണ കിണറ്റില്. അപ്പൊ ഇനിയും കിണർ വൃത്തിയാക്കി കഴിഞ്ഞാൽ അത് പിന്നീടും ഇതന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മ ഫിൽറ്റർ ചെയ്ത് വാട്ടർ അതോറിറ്റിയുടെ വെള്ളമൊക്കെ പൂട്ടിയിട്ടുണ്ട്. ഇനി ഫിൽറ്റർ ചെയ്ത വെള്ളം കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. ആ വെള്ളത്തിന്റെ ക്ലാരിറ്റി എന്തോരം നോക്കിയോട്ടോ. ഒരു സിലിണ്ടറിൽ നമുക്ക് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒറ്റ സിലിണ്ടർ 1354-ന്റെ ഒറ്റ സിലിണ്ടറിൽ ചെയ്തിട്ടുള്ള ക്ലാരിറ്റി നോക്കിയ വെള്ളത്തിന്റെ കണ്ടാ. ഇത്രയും പ്യുവർ ക്ലിയർ ആക്കി നമുക്ക് കൊടുക്കൂട്ടാ. അപ്പൊ 2 എണ്ണം വെച്ചുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയാ. ഇതിന്റെ ടേസ്റ്റ് ഇപ്പൊ ഞാൻ പറയണതോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. എങ്കിലും സത്യസന്ധമായിട്ട് ഞാൻ പറയണ്ട. നിങ്ങളെന്താണ് ഒട്ടും കട്ടിപ്പില്ല കേട്ടോ വെള്ളത്തിന്. അത് ഈ വെള്ളത്തിന് മുമ്പും വലിയ കട്ടിപ്പൊന്നുമില്ല, ഒരു വ്യത്യാസമില്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും നല്ല ക്ലിയർ പ്യുവർ ആയിട്ടുണ്ട് കിട്ടുന്നത്. ഇനി ഇത് നമ്മ RO ഫിൽറ്ററും കൂടി വെക്കണമെങ്കിൽ നല്ല സൂപ്പർ വെള്ളമായിട്ട് കിട്ടൂട്ടാ. അതിലൊരു സംശയമില്ല. ഇനിയിപ്പോ ഇതിൽ ഈക്കോളിനോ കോളിഫോം ബാക്ടീരിയ ഒക്കെ ഉണ്ടോന്ന് അറിയാൻ പറ്റില്ല. ശരിക്കും ഇങ്ങനത്തെ വെള്ളം ക്ലിയർ ആയി കാണുന്നുണ്ടെങ്കിൽ പോലും ഇതിൽ വിശ്വസിക്കണമെങ്കിൽ നമ്മ ഇതിന്റെ ടെസ്റ്റ് ചെയ്ത് ഇതിൽ ഈക്കോളിനോ കോളിഫോം ബാക്ടീരിയ ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മ വെള്ളം കുടിക്കാൻ പാടുള്ളൂ കേട്ടോ. അതായത് നമ്മളെ കുട്ടികൾ പ്രായമായവരൊക്കെ വീട്ടിലുള്ളതാണ്. വെള്ളത്തിന്റെ ഘടന തന്നെ ഭൂമിയുടെ മാറി നിൽക്കുന്ന സമയമാണ്. കാരണം പ്രളയത്തിന് ശേഷമൊക്കെ ഒരുപാട് വ്യതിയാനങ്ങൾ നമ്മളെ വെള്ളത്തിന് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ വെള്ളം എപ്പോഴും നമ്മൾ മുൻകാലങ്ങളിൽ കുടിച്ച അതേ വെള്ളമായിരിക്കും ഇപ്പോഴും ഭൂമിയിൽ നിന്ന് കിട്ടണമെന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ നിൽക്കരുത്. ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കുകൾ കാര്യങ്ങളൊക്കെ നമ്മളെ ചുറ്റുവട്ടത്തൊക്കെ വന്നതിന്റെ ഭാഗമായിട്ട് വെള്ളത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൽ കൊണ്ടൊന്നും ഒരു ഫിൽറ്റർ കൊണ്ട് തേക്ക് കൊണ്ടൊന്ന് ക്ലിയർ ആക്കാൻ പറ്റില്ല. അത്രക്ക് പ്യുവർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇതാണ് നമ്മളെ റിസൾട്ട് കേട്ടാ. നമ്മ ഇത് അവിടുന്ന് മൊത്തത്തിൽ ആ 2 ടാങ്കിൽ നിന്നും വരാൻ കണക്ഷനാണ് ഇത്. അത് നമ്മ പൂട്ടിയേക്കുന്നു. ഇപ്പൊ ഇതിൽ നിന്ന് വരുന്ന കണക്ഷനിലാണ് ഇപ്പൊ ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി
നിങ്ങൾക്ക് ഇതും കൂടി തുറന്നു കഴിഞ്ഞാൽ രണ്ടും കൂടി മിക്സ് ആയിട്ട് വരാം കേട്ടോ. അപ്പൊ ഇതില് ക്ലോറിൻ ഉള്ളത് കൊണ്ട് തന്നെ ഇനി വല്ല ബാക്ടീരിയയുടെ കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊക്കോളും. കാരണം ഇത് ക്ലോറിനേഷൻ ചെയ്ത് വരുന്ന വെള്ളമുള്ള. അപ്പൊ ഇനിയിപ്പോ അത് രണ്ടും കൂടി മിക്സ് ആയി പോവാണെങ്കിൽ തന്നെ ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ തന്നെ അത് പൊക്കോളും. ഇപ്പൊ നമ്മളെ ഇത് ഫിൽറ്റർ 1-ാം നമ്പർ ഉണ്ടാ, ഇതിലാണ് ഇപ്പൊ സർവീസിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഫിൽറ്റർ ചെയ്ത് കാറ്റും വെള്ളം ഇതിലെ ഔട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരാഴ്ച എത്തുമ്പോഴെങ്കിലും ഇവിടുത്തെ വെള്ളം എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ബാക്ക് വാഷ് ചെയ്യണം. ബാക്ക് വാഷ് ചെയ്യേണ്ട പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ അതിന്റെ ഹാൻഡിലാണ്. ഹാൻഡിലൊന്ന് അടിയിലേക്ക് അടിയിൽ കണ്ട, എന്നിട്ട് നേരെ ഇങ്ങോട്ട് തിരിക്കുക കണ്ടാ, എന്നിട്ട് 2-ൽ കൊണ്ടുവരാം. 1-ന്ന് 2-ലേക്ക്, 1-ന്ന് 3-ലേക്ക് അല്ല കൊണ്ടുവരേണ്ടത്, 1-ന്ന് 2-ലേക്ക്. മനസ്സിലായ? 1-ന്ന് 2-ലേക്ക് വരുമ്പോൾ ഈ വെട്ടിയിൽ കറക്റ്റ് ആയിട്ട് വീഴണം കണ്ട, അല്ലെങ്കിൽ വെറുതെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുള്ളൂ. അപ്പൊ ഇത് ഇവിടെ കണ്ട വെള്ളത്തിന്റെ കളർ നോക്കിയാ കണ്ട, ഒരു മഞ്ഞ കളർ ഉണ്ടാ. ഇപ്പൊ തന്നെ നമ്മൾ ബാക്ക് വാഷ് ചെയ്തിട്ടുള്ള എതിർത്തണം കണ്ടാ, അടുപ്പിച്ച കണ്ടാ കണ്ടാ. ഇപ്പൊ നമ്മ ബാക്ക് വാഷിങ് കംപ്ലീറ്റ് കഴിഞ്ഞ വെള്ളം ഉണ്ടാ. ഇപ്പൊ ടാങ്കിൽ നിന്ന് കയറിയ വെള്ളത്തിന്റെ അവസ്ഥ ഉണ്ട് കാണുന്നത്. അടുപ്പിച്ചിരിക്കും ഓക്കെ. അത്രയും മഞ്ഞപ്പ് കണ്ട, അത്രയും ഇതുണ്ട്. അപ്പൊ ഈ വെള്ളം എന്താവും, ഇനി ക്ലിയർ ആവും. അതായത് ഇപ്പൊ വെള്ളം ഒന്ന് തെളിയും. ഇതിന്റെ ഉള്ളിൽ വീണിട്ടുള്ള അഴുക്കിണി പോണത്. അപ്പൊ ഇത് ചിലപ്പോ ഇവിടെ 2-3 ദിവസത്തുമ്പോ വെറുതെ ചെയ്ത് നോക്ക്. അപ്പൊ നല്ല മഞ്ഞപ്പുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്യേണ്ട വരും. കാരണം എന്ന് വെച്ചാൽ അത്രയും അഴുക്കുകൾ ഉണ്ട് ഇവിടെ. സാധാരണ നമ്മ ഒരാഴ്ചയൊക്കെ എത്തുമ്പോൾ അത് ചെയ്യാറുള്ളൂ. ഇപ്പൊ സാധാരണ ഒരാഴ്ച പോരണ്ട. ഇപ്പൊ നമ്മ ബാക്ക് വാഷ് ചെയ്ത് അടിയിൽ പോയി ഇങ്ങാറ്റ് ഇപ്പൊ വന്നപ്പോഴത്തിനുള്ള മഞ്ഞപ്പണി കാണുന്നത് ഈ വെള്ളത്തിൽ കയറിയിട്ടുള്ള അഴുക്കും കാര്യങ്ങളാണ് കാണുന്നത്. അഴുക്കെന്ന് പറഞ്ഞാൽ അയൺ കണ്ണിന്റെ ഇതിന് പോണത്. അപ്പൊ ഇത് 2-3 ദിവസം എത്തുമ്പോൾ എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കിക്കോ. അപ്പൊ ഇതിന് കുറച്ചും കൂടി ലൈഫ് കിട്ടും കേട്ടാ. അപ്പൊ ഇപ്പൊ കളർ മാറി വരണണ്ട. ഈ കളർ മാറിയിട്ട് കുറച്ചും കൂടി വെളുപ്പാവും, വെള്ളം തെളിയും. ആ തെളിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാ, നേരെ ഇതിന്റെ അല്ല ഇപ്പൊ 2-ലല്ലേ ഇറക്കുന്നത്. ഇപ്പൊ നേരെ ഇതൊന്നും കൂടി അമർത്താ. ക്ലിയർ ആയിട്ടില്ല, ഒന്നും കൂടി കുറച്ച് ടൈം കൊടുക്കണ്ട. ഇപ്പൊ ക്ലിയർ ആവണുള്ളൂ കണ്ടാ കണ്ടാ. അപ്പൊ ഇത് പൂർണ്ണമായിട്ടും ബാക്ക് വാഷ് ചെയ്യുമ്പോ ക്ലിയർ ആവണം. അത് ആദ്യം ടാങ്കിൽ വെള്ളം നിറച്ചിടണം. എന്നിട്ട് ഇത് നിറച്ചിട്ടതിന് ശേഷം ബാക്ക് വാഷ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അല്ലെങ്കിൽ വെള്ളം തീർന്നു പോലെ. എന്നിട്ട് പൂർണ്ണമായിട്ട് ക്ലിയർ കണ്ട. ഇപ്പൊ വെള്ളം തെളിഞ്ഞ് കണ്ട, പൂർണ്ണമായിട്ട് പോയിട്ടില്ലെങ്കിലും ഒന്ന് തെളിഞ്ഞു വെള്ളം. അപ്പൊ അങ്ങനെ തെളിഞ്ഞതിന് ശേഷം മാത്രം എന്താ ചെയ്യാൻ പറ്റുള്ളൂ, റിൻസിൽക്ക് ഇടാൻ പാടുള്ളൂ കേട്ടാ. അപ്പൊ റിൻസിൽക്ക് കൊണ്ടുവന്നിട്ട് കണ്ട കറക്റ്റ് വെട്ടിൽക്ക് ഇടാം. അപ്പൊ റിൻസിൽ ഇടുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഉള്ളിൽ ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ടാകുമ്പോ ആ പൈപ്പിന്റെ ഉള്ളിലെ അഴുക്കുകളൊക്കെ ഈ വഴി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മ റിൻസിലിട്ടേക്കണ. ഇപ്പൊ അഴുക്കൊണ്ടേക്കാ ഇതിപ്പോ ആ പൈപ്പിന്റെ ഉള്ളിലുള്ള അഴുക്കുകളാണ് ഈ പോണത്. അതായത് ഈ പൈപ്പിന്റെ ഉള്ളിൽ കൂടി തന്നെയാണ് ഇത് ഫിൽറ്റർ ചെയ്തിട്ട് ഇങ്ങോട്ട് പോണത്. മനസ്സിലായ? ഇങ്ങോട്ട് പോണത് ഈ പൈപ്പിന്റെ ഉള്ളിൽ കൂടി ഫിൽറ്റർ ചെയ്ത വെള്ളമാണ് ഇങ്ങോട്ട് പോണത്. അപ്പൊ ആ ഫിൽറ്ററിന്റെ ഉള്ളിൽ ഈ എന്തുണ്ട്, ഈ അഴുക്കുണ്ടാവും. അത് നേരെ തിരിച്ചിട്ട് ഫിൽറ്ററിൽ കൊണ്ടുവരരുത്. 2-ന്ന് നേരെ 1-ലേക്ക് കൊണ്ടുവരരുത്. 3-ലേക്ക് വന്നു കഴിഞ്ഞാല് ഇതിന്റെ ഉള്ളിലത്തെ വെള്ളം കംപ്ലീറ്റ് ഇതിലേ പോയിട്ട് കംപ്ലീറ്റ് ക്ലിയർ ആവും. കണ്ടാ, ഒരു 2 മിനിറ്റ് കണ്ടാ, ഇത്ര ഇട്ടാ മതി. കണ്ടാ ഇപ്പൊ ക്ലിയർ ആയി. ഇനി നേരെ ഇതൊന്നും കൂടി നേരെ എന്ത് ചെയ്യാ, 1-ലേക്ക് ഇടാം. ഇപ്പൊ നമ്മ അത് തന്നെ വെള്ളം ഓഫ് ആവും. കണ്ടാ പതുക്കെ പതുക്കെ പോയി നിൽക്കും. ഇപ്പൊ ഇതിലേക്ക് കൂടി വെള്ളം പോയിക്കൊണ്ടിരിക്കണ്ട. അപ്പോ ഫിൽറ്റർ വെക്കാൻ ആവശ്യമുള്ളവരൊക്കെ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക. കോണ്ടാക്ട് നമ്പർ നമ്മൾ ഈ വീഡിയോയിൽ വെക്കുന്നുണ്ട്. നല്ല രീതിയിൽ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇന്നത്തെ വർക്ക് കഴിഞ്ഞ്, എല്ലാ വർക്ക് ഇതേപോലെ നമുക്ക് ചെയ്യാറില്ല. പലയിടത്തും ചെന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കാറില്ല. അപ്പൊ ആൾക്കാർ ചിലർ ചോദിക്കണമെന്നാണ് വീഡിയോ എടുക്കാത്തത്. ചില സാഹചര്യങ്ങൾ ഒത്തു വരുമ്പോ അങ്ങനെ വീഡിയോ എടുത്ത് പോകണമെന്നുള്ളൂ. അപ്പൊ എന്തായാലും നമ്മളെ ജോലിക്ക് ഒരു പ്രൊമോട്ട് ചെയ്യുക, ജോലിനെ പ്രൊമോട്ട് ചെയ്യുക, നമ്മളെ ബിസിനസ്സിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണം, വീഡിയോ എടുക്കണം കേട്ടോ. അപ്പൊ അതെല്ലായിടത്തും നടക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ക്ഷമിക്കുക. അപ്പൊ പിന്നെ അത് ഇട്ട തന്നെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കണത്. അപ്പൊ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് റീൽസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പൊ എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.